ഹലോ ഹായ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ രീതിയിലുള്ളൊരു ചിക്കൻ കറി, അതാ കോഴിക്കറിയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ തേങ്ങ കൊത്തി എരിഞ്ഞത് ചേർത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ആദ്യം ചിക്കൻ കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി എന്നിവ ചേർത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെളുത്തുള്ളി ചതച്ചാണ് എടുക്കുന്നത്. അത് വെളുത്തുള്ളി ചതയ്ക്കുന്നത് എല്ലാ വെളുത്തുള്ളിയും എല്ലാ അല്ലികളും ചതയ്ക്കുന്നില്ല, കുറച്ച് മാത്രം ചതയ്ക്കുകയാണ്, ബാക്കി അല്ലാതെ ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളൊരു കൂട്ടാണിത്. മസാല കൂട്ടുകളാണ് മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി എന്നിവ ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അത് ഇതിലോട്ട് ചിക്കനിലോട്ട് ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് മസാല കൂട്ടുകളെല്ലാം ഇതിലോട്ട് പൊടികളെല്ലാം ഇതിലോട്ട് ചേർക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇനി കറിവേപ്പിലയും കൂടെ ഈ മിക്സ് ചെയ്യുന്നതിൽ ചേർത്ത് ഇളക്കാൻ പോവുകയാണ്. ഈ ടൈമിൽ നമ്മൾ ഗ്യാസിൽ ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കഴുകി വെച്ച പാത്രം നല്ലതുപോലെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ അതിലെ ജലാംശമൊക്കെ പോയി നല്ലോണം ഉണങ്ങിയ ശേഷം നമ്മൾ എണ്ണ ഒഴിക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഇടുക. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, മുളക്, കറിവേപ്പില ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കുക. നന്നായി ഒന്ന് ഇളക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കും. എന്നിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടെ ചേർത്ത് ചെറുതായിട്ട് ഇളക്കും. കുറച്ച് നേരം തുറന്ന് വെച്ച് തന്നെ വേവിക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക, ഇളക്കുക. അതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ചേർക്കുകയാണ്. ഇനിയാണ് നമ്മൾ ഇതിൽ ചേർക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ്, അതായത് തേങ്ങ കൊത്തി അരിഞ്ഞത് ഇതിലോട്ട് ചേർക്കുകയാണ്, ചിക്കനിലോട്ട് ചേർക്കുകയാണ്. എന്നിട്ട് ഒരു പാത്രം കൊണ്ട് അടച്ച് വയ്ക്കുക. നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിക്കുക.
ഇപ്പോൾ നമ്മളെ ചിക്കൻ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി കുറച്ച് കറി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കോഴിക്കറി തയ്യാർ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.